ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ കേരളത്തിലെ താപനില ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. എന്താണ് ഈ ഹീറ്റ് സ്ട്രോക്ക് എന്നതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ശരീരത്തിലെ താപനില കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രക്രിയയുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരം വേർപ്പ് ഗ്രന്ഥികൾ വഴി വേർപ്പ് ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സ്കിന്ന് കൂൾ ഡൗൺ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഹീറ്റ് സ്ട്രോക്ക് സംഭവിക്കുന്ന സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് നമ്മുടെ താപനില കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു ചെല്ലുന്നത്. ഇത് രണ്ട് രീതിയിൽ വരാം. ഒന്നെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് എക്സസൈസ് പോലെയുള്ള ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെനിയസ് ആയിട്ടുള്ള ജോബോ ചെയ്യുന്ന വ്യക്തികൾക്ക് വരാം. അല്ലാത്തൊരു സാഹചര്യം എന്ന് വെച്ചാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ ചൂട് ക്രമാതീതമായി ഉയരുന്നു. ആ സമയത്ത് നമ്മുടെ ബോഡിക്ക് അതിനെ താങ്ങാൻ ശേഷിയില്ല. ഈ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നില്ല. അതായത് കൂൾ ഡൗൺ ചെയ്യാൻ നമ്മുടെ ബോഡിയുടെ മെക്കാനിസം വർക്ക് ചെയ്യുന്നില്ല. ഈ ഒരു സമയത്ത് നമുക്ക് ഹീറ്റ് സ്ട്രോക്ക് എന്ന ഒരു കണ്ടീഷൻ വരാം.